ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും വിജയിയുമാണ്. അവന്തികയ്ക്കെതിരായുള്ള എന്തെങ്കിലും തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിജയ് പറയുകയാണ്, ഉണ്ട്. പക്ഷേ ഇനിയും അതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ. അന്നൊരിക്കൽ ഞാൻ സേതു സാറിനെ വിളിച്ചിരുന്നു തെളിവുകളെല്ലാം കാണിക്കാൻ വേണ്ടി. അന്ന് മേഡമായിരുന്നു ഫോൺ എടുത്തത്. അന്ന് ഞാൻ മേഡത്തിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്തികയുടെ ആളുകൾ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ചുനാൾ ഹോസ്പിറ്റലിലായിരുന്നു. എങ്ങനെയൊക്കെയോ ജീവൻ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അതിൽ വൈരാഗ്യം തോന്നി അവർ ഒരു ദിവസം അവരുടെ ഗുണ്ടകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നിനക്ക് 2 കാലുകളുണ്ടെങ്കിൽ മാത്രമല്ലേ തെളിവ് കാണിക്കാനായി നീ വീണ്ടും നെല്ലിശ്ശേരിയിലേക്ക് വരൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവരാണ് എൻ്റെ 2 കാലും തല്ലിയൊടിച്ചത്. ഇതൊക്കെ കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നാൽ നിന്റെ മരണമായിരിക്കും എന്ന് പറഞ്ഞിട്ടാ അവരന്ന് ഇവിടുന്ന് പോയത്. എനിക്ക് 2 പെൺമക്കളാ മേഡം. അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ചേട്ടൻ ആ തെളിവുകൾ തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് അവന്തിക ഇപ്പോഴും പുറത്ത് സുഖമായി ജീവിക്കുകയാണ്. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അത് ചേട്ടനാണ് തന്നതെന്ന് ഞാൻ ആരോടും പറയില്ല. അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കാം. ഇത് കേൾക്കുന്ന വിജയ് പറയുകയാണ്, അതിപ്പോൾ ഞാൻ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല മേഡം. മേഡം എന്താണെങ്കിലും നാളെ ഈ സമയത്തേക്ക് വാ. വൈകുന്നേരം മക്കൾ വരുമ്പോൾ ഞാൻ അവരെ കൊണ്ട് എടുപ്പിച്ചു വെക്കാം. അതിന് ശരി പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അർച്ചന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവന്തികയുടെ ഗുണ്ടകൾ അർച്ചന അവിടെ നിന്ന് പോയ കാര്യം അവന്തികയെ വിളിച്ചു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയുടെ കല്യാണത്തിന് വേണ്ടി വീട് വിട്ടു പോകുന്ന കാര്യമോർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് മാഷും കമലയും. മാഷേ, ഇനി ഇതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. അവളെ എങ്ങനെയെങ്കിലും അജയന് കല്യാണം കഴിച്ചു കൊടുക്കണം. അജയനൊരു നല്ല പയ്യനാണ്. ഒരുപക്ഷെ സന്ദീപിൻ്റെയും ആതിരയുടെയും കാര്യം നമ്മൾ സേതു സാറിനോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കമലയെന്ന് മാഷ് പറയുമ്പോൾ കമല പറയുകയാണ്, ഇനി നമുക്ക് ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ നോക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക അജയനോട് പറയുകയാണ്, അപ്പോൾ എൻ്റെ സംശയം ശരി തന്നെയാണ്. അർച്ചന എന്നെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, വിശ്വസിച്ചതുപോലെ അഭിനയിക്കുകയാണ്. ഇത് കേൾക്കുന്ന അജയൻ ചോദിക്കുകയാണ്, എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന് അജയൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, പറ്റി. കൊല്ലണ്ട ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ അല്പം ജീവൻ വെച്ച് വിട്ടു. അതാ ഇപ്പൊ പാരയായത്. ഇന്നെന്താണെങ്കിലും ഞാൻ അവനെ തീർത്തിരിക്കുമെന്ന് അവന്തിക പറയുകയാണ്. ചിലരുടെയൊക്കെ വിചാരമേ ഈ അവന്തിക പേടിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ പറയൂ എന്ന. മൂർച്ചയേറിയ ആയുധം കൊണ്ട് അവന്തിക നടക്കുന്നതെന്ന് അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. ഇത് കേൾക്കുന്ന അജയൻ പേടിയോടെ അവന്തികയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലേക്ക് പോകുന്ന അർച്ചന അവന്തികയുടെ കാറ് പോകുന്നത് കാണുന്നതാണ്. തുടർന്ന് ഓട്ടോക്കാരനോട് പറയുകയാണ്, ചേട്ടാ, നമ്മളിപ്പോൾ പോയ വീടില്ലേ, ആ വീട്ടിലേക്ക് തന്നെ ഒന്ന് തിരികെ പോകാമോ. അതേസമയം ഓട്ടോ സ്റ്റാർട്ട് ആകുന്നില്ലായിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ അവന്തികയും ഗുണ്ടകളും വിജയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. അവന്തികയെ കണ്ട ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിജയ്. തുടർന്ന് അവന്തിക പറയുകയാണ്, ഞാനേ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അപ്പോഴുള്ള അതേ മുഖഭാവം തന്നെയാണല്ലോ നിനക്കിപ്പോഴും. പിന്നെ 15 മിനിറ്റ് മുമ്പ് നിന്നെ കാണാനായി ഒരു അതിഥി ഇവിടെ വന്നിരുന്നല്ലോ. നീ അവളോട് എന്തൊക്കെ ഫ്ലാഷ് ബാക്കാ പറഞ്ഞത്. അത് പിന്നെ മേഡം ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവൾ എന്തിനാ ഇവിടെ വന്നത്. തെളിവ് ചോദിച്ചാ മേഡം വന്നത്. തെളിവോ? അതെ മേഡം, അന്നത്തെ കാര്യങ്ങളെല്ലാം ഞാനൊരു ഫയലിൽ സൂക്ഷിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചാ വന്നത്. എന്നിട്ട് നീ അത് കൊടുത്തോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വിജയ് പറയുന്നു. തുടർന്ന് തൻ്റെ ഗുണ്ടകളോട് ആ ഫയല് എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ടുവരാൻ പറയുകയാണ് അവന്തിക. മേഡം, ഞാൻ ആ ഫയലുകൾ ആരെയും കാണിക്കില്ലെന്ന് വിജയ് പറയുമ്പോൾ നീ ഇനി അത് ആരെയും കാണിക്കാൻ പോകുന്നില്ല, അതിനല്ലേ ഞാൻ വന്നതെന്ന് അവന്തിക പറയുന്നു. അതേസമയം അർച്ചനയുടെ ഓട്ടോ സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ അർച്ചന ഓട്ടോയിൽ കയറി വിജയുടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം വിജയെ കൊല്ലാനായി കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പേടിയോടെ കരയുന്ന വിജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.